ഇസ്ലാമിക ലോകത്തെന്താണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത്? ഫലസ്തീനിൽ എന്താണ് പ്രശ്നം അവസാനിക്കാത്തത്? യുദ്ധങ്ങൾ നടക്കുന്നത് മുസ്ലിം രാജ്യങ്ങളിൽ, യമനിൽ, സിറിയയിൽ, ഈജിപ്തിൽ, ലെബനോനിൽ, അൾജീരിയയിൽ, ഇങ്ങനെ തുടങ്ങി മൊറോക്കോയിൽ മുസ്ലിമീങ്ങൾ എവിടെയുണ്ടോ, മിസ്രിൽ, അവിടെയല്ലാതെ ലോകത്ത് ഒരിടത്തും പ്രശ്നങ്ങളില്ലല്ലോ. അവിടെയാണല്ലോ യുദ്ധം നടക്കുന്നത്. ഹറമേനിയുള്ള നാട് പോലും യുദ്ധത്തിൽ ഇടപെടേണ്ടി വന്നുവല്ലോ. യമനുമായുള്ള യുദ്ധത്തിൽ, അല്ലാത്ത പ്രതിരോധങ്ങളിൽ എന്ത് പറ്റി മുസ്ലിം ലോകത്തിന്? എന്താണ് ഈ കഥ? ഈ പരീക്ഷണം എങ്ങനെ ഇവിടുന്ന് മോചനമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് മുസ്ലിം ഉമ്മത്തിനോട് ചോദിക്കേണ്ടത്, അല്ലാഹു നിങ്ങളുടെ മനസ്സിൽ എത്രയുണ്ട് അല്ലാഹുവിനുള്ള സ്ഥാനം? അറബികളോട് ചോദിക്കിൻ, ഫലസ്തീനികളോട് ചോദിക്കിൻ, നിങ്ങൾക്ക് അല്ലാഹുവിനോടുള്ള ബന്ധം എത്രയാണ്? മസ്ജിദുൽ അഖ്സയോട് നിങ്ങളുടെ മനസ്സിലുള്ള ബന്ധം എത്രയാണ്? ഗസ എന്ന് പറയുന്ന പ്രദേശത്തെ, ഗസയുടെ ഓരങ്ങളിൽ, ബീച്ചുകളിൽ യൂറോപ്യന്മാരെ നാണിപ്പിക്കുന്ന വേണ്ടാവൃത്തികൾ നടക്കുന്ന രാജ്യമാണത്. എത്രയോ അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ കടന്നുപോയ രാജ്യത്ത് അല്ലാഹുവിനെ വളരെ ഭയപ്പെട്ട് സാത്വികരും സജ്ജനങ്ങളും സൽസ്വഭാവികളുമായി ജീവിക്കേണ്ടതിന് പകരം സർവ്വ ദുസ്വഭാവങ്ങളും എടുത്ത് സർവമാന അഹങ്കാരവും കൽബിൽ കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ നിയമത്തെ കാറ്റിൽ പറത്തിയപ്പോഴാണ് ജൂതന്മാരെ കൊണ്ട് അല്ലാഹു നമുക്ക് പാഠം തന്നത്. മുസ്ലിമീങ്ങൾ അല്ലാഹുവിനെ പറ്റി എന്ത് വിചാരിക്കുന്നു? മുസ്ലിം രാജ്യങ്ങളിൽ, അല്ലാഹുവിന്റെ നിഅമത്ത് കിട്ടിയ രാജ്യങ്ങളിൽ അല്ലാഹുവിനെ സംബന്ധിച്ച് എത്രയാണ് നമ്മുടെ മനസ്സിലുള്ള ബോധം? ഈ ബോധത്തിനനുസരിച്ച് അല്ലാഹു നമ്മിലേക്ക് ഇടപെടും. എങ്ങനെയാണ് നമ്മൾ അല്ലാഹുവിനോട് ബന്ധപ്പെടുന്നത്? അല്ലാഹു നമ്മളുള്ള ഇടപാടുകൾ എങ്ങനെയാണ്? ആ ഇടപാടുകളിൽ വീഴ്ച വരുമ്പോൾ അല്ലാഹുവിന്റെ പരീക്ഷണം വരുന്നുണ്ട്. ഈ പരീക്ഷണങ്ങൾ അവസാനിക്കൂലേ? തീർച്ചയായും അവസാനിക്കും. ഇനിയൊരു പ്രതീക്ഷയുണ്ടോ? തീർച്ചയായും പ്രതീക്ഷയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ വഫാത്തിന്റെ ശേഷം ഇവിടെ ഖിലാഫത്ത് വരും. ഖിലാഫത്ത് വരും. ഇലാ മാ ഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചത്ര ഇവിടെ അല്ലാഹു തആല ഖിലാഫത്തിന്റെ ഭരണം നടത്തും. ഖിലാഫത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മുൽക്കൻ ഗദൂദാ, ഇവിടെ കടുത്ത രാജഭരണം വരാനുണ്ട്. ആ കടുത്ത രാജഭരണം ഇലാ മാ ഷാ അല്ലാഹ്, ഒരുപാട് കാലം കടുത്ത രാജഭരണങ്ങൾ വരും. അതിന്റെ ശേഷം മുൽക്കൻ ജബരിയ, അധികാരമുള്ള സ്വേച്ഛാധിപതികൾ ഭരിക്കുന്ന കാലം വരും. ആ കാലവും കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അൽ ഖിലാഫ, നബി തങ്ങളുടെ സ്വഹാബത്തിന്റെ കാലത്തുണ്ടായ ഖിലാഫത്ത് പോലെയുള്ള ഒരു ഖിലാഫത്ത് ലോകാവസാനത്തിന്റെ മുമ്പ് വരാനുണ്ടെന്ന് ഈ സമൂഹത്തിന്റെ ആത്മീയ നേതാവ്, ഈ സമൂഹത്തിന്റെ രാഷ്ട്രീയ നേതാവ്, ഈ സമൂഹത്തിന്റെ സർവമാന നന്മകൾക്കും വഴി കാണിച്ചു തന്ന അല്ലാഹുവിന്റെ ദൂതർ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ശുഭാപ്തി വിശ്വാസമുള്ളവരാവാൻ, നമ്മിൽ പ്രതീക്ഷ ജനിപ്പിക്കാൻ, നുബുവത്തിന്റെ ശേഷം ഖിലാഫത്ത്, ഖിലാഫത്തിന്റെ ശേഷം രാജഭരണം, രാജഭരണത്തിന് ശേഷം ഏകാധിപത്യം, ഏകാധിപത്യം കഴിഞ്ഞാൽ മഹാനായ ഇമാം മഹ്ദിയിലൂടെ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിലൂടെ ഒരു ഖിലാഫത്ത് കൂടെ തിരിച്ചു വരാൻ പോകുന്നുണ്ടെന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിം ലോകത്ത് യുദ്ധം അവസാനിക്കുമോ? അവസാനിക്കും. മുസ്ലിം ലോകത്തെ പ്രശ്നങ്ങൾ തീരുമോ? തീരും. എപ്പോ? ഞാനും നിങ്ങളും ദീനിലേക്ക് തിരിച്ചു വന്നാൽ, ഞാനും നിങ്ങളും അല്ലാഹുവിലേക്ക് തിരിച്ചു വന്നാൽ. ഇതിലും എത്രയോ ഗൗരവമുള്ള സാഹചര്യം ഈ ഉമ്മത്തിൽ കടന്നുപോയിട്ടുണ്ട്. അല്ലാമ ഇബ്നു കസീർ തങ്ങൾ താരീഖിൽ ഉദ്ധരിക്കുന്നുണ്ട്. താർത്താരികൾ, മംഗോളിയക്കാർ ഇറാഖ് ആക്രമിച്ചപ്പോൾ, ബഗ്ദാദ് ആക്രമിച്ചപ്പോ 40 ദിവസം ബഗ്ദാദ് താർത്താരികളുടെ കയ്യിൽപ്പെട്ടപ്പോ, ചെങ്കിസ് ഖാന്റെ പടയോട്ടം അങ്ങ് ഇറാഖിലൂടെ കടന്നുപോയപ്പോ എത്രയായിരങ്ങളാ മരിച്ചതെന്നറിയുമോ? എത്ര ആയിരങ്ങളാ മരിച്ചത്? 40 ദിവസം കൊണ്ട് കൊള്ളയും കൊലയുമല്ലാതെ മറ്റൊന്നും താർത്താരികൾ ചെയ്തില്ല. മുസ്ലിമീങ്ങൾക്ക് അഴുക്ക് ചാലുകളിൽ, ഓട ഒഴുകുന്ന ചാലുകളിൽ ഒളിച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ടോയ്ലറ്റുകളുടെ സെപ്റ്റിക് ടാങ്കുകളിൽ ഒളിച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ദുർഗന്ധം നമിക്കുന്ന മാളങ്ങളിൽ, പൊത്തുകളിൽ ഒളിച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ട് ജീവൻ രക്ഷിക്കാൻ. ആണുങ്ങളെയും പെണ്ണുങ്ങളെയും 40 ദിവസം കൊണ്ട് താർത്താരികൾ കൊന്നത്. അല്ലാമ ഇബ്നു കസീർ തങ്ങൾ ഉദ്ധരിച്ചത് 1,40,000, 10
10,40,000 ആളുകളെ ഇറാഖിൽ മാത്രം 40 ദിവസം കൊണ്ട് കൊന്നവരാണ് തർത്താരികൾ. മുസ്ലിമീങ്ങളിൽ 10,40,000 ആളുകൾ. അങ്ങനെ ഒരു കൊലപാതകം, ഒരു മഹാവിപത്ത് മുസ്ലിം ലോകത്ത് നടന്നപ്പോ ഇനിയൊരു തിരിച്ചുവരവുണ്ടോ? ഇറാഖിന് തിരിച്ചു വരാൻ കഴിയുമോ? ഇറാഖിന് മോചനമുണ്ടോ എന്ന് ലോകം സംശയിച്ചു പോയിട്ടുണ്ട്. തിരിച്ചു വന്നില്ലേ? അള്ളാഹുവിലേക്ക് അവർ മടങ്ങിയപ്പോൾ അള്ളാഹു അധികാരം തിരിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ അധികാരം ദുരുപയോഗം ചെയ്തപ്പോൾ ശത്രുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. ഇനി അള്ളാഹു ഒരു തിരിച്ചുവരവ് മുസ്ലിമീങ്ങൾക്ക് സാധ്യമാകണമെങ്കിൽ അള്ളാഹുലേക്ക് തന്നെ തിരിച്ചു വരണം. ഫഫിറൂ ഇലല്ലാഹ്. ഇന്ന് മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്നതിനേക്കാളും വലിയ പരീക്ഷണമാണ് തർത്താരികളുടെ കാലത്തുണ്ടായത്. 10 ലക്ഷമൊന്നും ഇപ്പൊ കൊല്ലപ്പെട്ടില്ലല്ലോ. 10,40,000 40 ദിവസം കൊണ്ട് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് മുസ്ലിം ലോകത്ത്. ഇതൊക്കെ തീർന്നില്ലേ? അതുപോലെ ഒരു നല്ല നാൾ തിരിച്ചു വരും. ഒരു നല്ല പ്രഭാതം വരാൻ പോകുന്നുണ്ട്. ഒരു സമാധാനപരമുള്ള കാലം വരുന്നു. എന്തേ വേണ്ടത്? നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വിജയം തരാം. വഅദല്ലാഹുല്ലദീന ആമനൂ വഅമലുസ്സാലിഹാതി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. നമുക്ക് അധികാരം തരാമെന്നും സമാധാനം തരാമെന്നും വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദീ ഇർതളാലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. നിങ്ങൾ ശിർക്കും കുഫറും എല്ലാം മാറ്റിവെച്ച് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് അവന്റെ അടിമകളായി തിരിച്ചു വന്നാൽ, സത്യവിശ്വാസികളായി തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് ഞാൻ അധികാരം തരാം. നിങ്ങളുടെ കൈകളിൽ സമാധാനം വരും, നിങ്ങളുടെ മനസ്സുകളിൽ ആനന്ദം തരും, നിങ്ങൾക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയുന്ന അവസ്ഥ. ഈ പ്രപഞ്ചത്തിന്റെ അധികാരം നിങ്ങളുടെ കൈകളിൽ തരാം. എന്ത് വേണം? യഅ്ബുദൂനനി. നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നെയാണ്, പൈസയല്ല. നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നെയാണ്, ശരീരത്തിന്റെ അവയവങ്ങളിലല്ല. നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നെയാണ്. നിങ്ങളുടെ വയറോ ഭോഗ്യമോ അല്ല. ഭോഗിക്കാനും ഭുജിക്കാനും അല്ല ജീവിക്കുന്നത്. ഞാൻ അല്ലാഹുവിന് വേണ്ടി ജീവിക്കാൻ വന്നവനാണെന്ന തിരിച്ചറിവ് എപ്പോഴുണ്ടാകുന്നുവോ ആ നേരം നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തരാമെന്ന് യഅലമുസ്സിർറ വഅഖ്ഫാ. എല്ലാം അറിയുന്ന അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ ഈ ഇസ്ലാം ഇട്ടോടുകയാണെങ്കിൽ, ഇസ്ലാം വേണ്ടെന്ന് വെച്ചാൽ, സൂറത്തുൽ മാഇദയിലെ 45-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ, മുസ്ലിമീങ്ങളായ മാതാപിതാക്കൾക്ക് ജനിച്ചവരെ, ഇസ്ലാം വേണ്ടെന്ന് വെച്ച് നിങ്ങൾ പിന്തിരിഞ്ഞോടിയാൽ അല്ലാഹു നിങ്ങൾക്ക് പകരം ഒരു സമൂഹത്തെ ഇവിടെ കൊണ്ടുവരും. അവർ അല്ലാഹുവിനെ സ്നേഹിക്കും, അല്ലാഹു അവരെ സ്നേഹിക്കും. അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളോട് ലോല ഹൃദയമുള്ളവരായിരിക്കും അവർ. അഇസ്സത്തിൻ അലൽ കാഫിരീൻ, ദൈവനിഷേധികളോട് കടുത്ത സമീപനം സ്വീകരിക്കുന്നവർ. യുജാഹിദൂന ഫീ സബീലില്ലാഹ് വലാ യഖാഫൂന ലൗമത ലായിം, അല്ലാഹുവിന് വേണ്ടി ധർമ്മസമരം ചെയ്യുന്നവരും ഒരാളെയും പേടിക്കാതെ അല്ലാഹുവിന്റെ നിയമം പാലിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ. അങ്ങനത്തെ ഒരു വിഭാഗത്തെ നിങ്ങളെ കൊണ്ടാവില്ലെങ്കിൽ അല്ലാഹു കൊണ്ടുവരും. ذلك فضل الله, ഇത് അല്ലാഹു നൽകുന്ന ഔദാര്യമാണ്. യുതീഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കൊടുക്കും. വല്ലാഹു വാസിഉൻ അലീം. നമ്മൾ പിന്തിരിഞ്ഞു പോയാൽ നഷ്ടം നമുക്കാണ്. നമ്മളല്ലെങ്കിൽ അവന്റെ മാലാഖമാരുണ്ട്. അല്ലാഹുവിന്റെ മാലാഖമാർ ജനിച്ച അല്ലാഹു സൃഷ്ടിച്ചയിടം മുതൽ ഖിയാമത്ത് നാൾ വരെ സുജൂദിൽ കിടന്നിട്ട് മാ അബദനാക ഹഖ ഇബാദതിക്, പടച്ചവനെ വേണ്ട വിധത്തിൽ നിനക്ക് നിസ്കരിക്കാൻ ആയിട്ടില്ലല്ലോ എന്ന് പറയുന്ന മാലാഖമാർ.
മനുഷ്യരെ കൊണ്ടുപോയി നമുക്ക് പകരം മറ്റു സമൂഹങ്ങൾ ഇവിടെ കൊണ്ടുവരും. അല്ലാഹു യുഹിബ്ബുഹും വയുഹിബ്ബൂന, അവരല്ലാഹു സ്നേഹിക്കുകയും അവരല്ലാഹുവിനെ സ്നേഹിക്കുകയും ചെയ്യും. നഷ്ടം നമുക്കാണ്. അതുകൊണ്ട് ഈ നഷ്ടം നികത്താനുള്ള അവസരം മരണത്തിന്റെ മുമ്പ് അല്ലാഹു തന്നിരിക്കുന്നു. തൗബ ചെയ്ത് മടങ്ങി, പശ്ചാത്തപിച്ചു മടങ്ങി, ചെറിയ തെറ്റുപോലും മാറ്റിവെച്ച്, ഒരു ചെറിയ നന്മ പോലും മാറ്റിവെക്കാതെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വന്നാൽ അവൻ ഏറ്റെടുക്കാൻ ഒരുക്കമാണ്. അല്ലാഹുവിന്റെ സ്വർഗം അവരെ കാത്തിരിക്കുന്നുണ്ട്. അല്ലാഹു അവന്റെ സ്വർഗത്തിലേക്ക് അല്ലാഹു നമ്മെ ചേർത്തു തരട്ടെ. അവന്റെ സജ്ജനങ്ങൾ കടന്നു പോകുന്നിടത്തേക്ക് പാപികളായ നമ്മെ അല്ലാഹു കടന്നു ചെല്ലാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. സ്വർഗലോകം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. മാതാപിതാക്കളോടൊപ്പം, നമ്മുടെ ഗുരുനാഥന്മാരോടൊപ്പം, സാധുമാരോടൊപ്പം അല്ലാഹുവിന്റെ സ്വർഗലോകത്തേക്ക് കടക്കാനും നാളെ റബ്ബിനെ കാണാനുമുള്ള ഭാഗ്യം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തരണമേ. അല്ലാഹ് पुतली की तरह हर नजर से मस्तूर है तू, आंखें जिसे ढूंढती हैं वो राज है तू. अल्लाहुवे اللهم لا تحرمنا لذة النظر الى وجهك يا الله. അല്ലാഹു ഭാഗ്യം നമുക്ക് തരട്ടെ. അല്ലാഹു അവന്റെ റുഅയത്ത്, അവന്റെ ലിഖാ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.